ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം. നിങ്ങൾ എങ്ങനെ വിവാഹിതരാകുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. വളരെ യങ് ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇവിടെ കുറച്ച് ടൈം ലേറ്റ് ആയി, അതുകൊണ്ട് എനിക്ക് നടക്കുമെന്ന് അറിയില്ല. കോൺസെപ്റ്റിലുള്ള കുട്ടി കുറച്ചുകൂടി നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു കുട്ടി. അപ്പൊ എന്റെ രാഹുല് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് മഞ്ഞുരുവിൻ കാലത്തിൽ നികിതയെ കണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പിന്നെ എന്റെ പേരൻസിനൊക്കെ നികിത അറിയാം, അവരും കണ്ടു വളർന്നു. അപ്പൊ അത്ര പ്രായം ഉണ്ടല്ലേ. ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് വരും. എനിക്ക് രാഹുലെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സുന്ദരനാണെന്ന് പല ആൺകുട്ടികളും പറയുന്ന കേട്ടു. പല ആൺകുട്ടികളും പറയുന്ന കേട്ടു. പല ആൺകുട്ടികളും പറയുന്ന കേട്ടു. പല ആൺകുട്ടികളും പറയുന്ന കേട്ടു. നമുക്ക് നേരത്തെ അങ്ങനെ ഒരു സംശയം വേദവ്യാസന് ഇവരെ കുറിച്ച് അറിയാവുന്ന ഒരു രഹസ്യം എന്താ? കുരിശൊക്കെ വരയ്ക്കുന്നു രാവിലെ. ഈ കൂട്ടത്തിൽ ആരാ നന്നായി ചളി പറയുന്നേ? അൺസഹിക്കബിൾ ആണ്. പറഞ്ഞു ചീറ്റി പോയ ഒരു ചളി മനസ്സിലേക്ക് നിങ്ങളുടെ അത് വേറൊരു കാര്യമുണ്ട്. ചീറ്റി പോയതാണെങ്കിൽ അവൻ അത് സെൽഫായിട്ട് അത് അഡ്മിറ്റ് ചെയ്യുന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ജാൻവിയിലേക്ക് വരട്ടെ. കൊച്ചിന്റെ അമ്മ കേക്കണ്ട. കൊച്ചിന്റെ അമ്മ ഇന്നാളും എല്ലാം കഴിച്ചു. ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായടാ, എനിക്കെല്ലാം മനസ്സിലായ. നിങ്ങളോട് എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സീരിയലൊക്കെ കാണുന്നത് ഭയങ്കര ലോ ക്ലാസ് ആൾക്കാരെ? ഞങ്ങൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്റെ അടുത്ത് സെൽഫി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് എന്റെ കൂടെ സെൽഫി ഒക്കെ എടുത്തു. എന്നിട്ട് അതുവരെയും ആ കൂടെ നിൽക്കുന്ന ആ ലേഡി മറ്റേ ആ സീരിയൽ ഇതല്ലേ, ആ പ്രൊമോയിൽ ഇത് കണ്ടു, ആ പോർഷൻ ഇത് കണ്ടു എന്ന് അത്രയും വ്യക്തമായിട്ട് പറഞ്ഞു. കൂടെ നിൽക്കുന്ന ആള് വന്നിട്ട് ഓ നീ സീരിയലൊക്കെ കാണോ എന്ന് പറഞ്ഞ ഉടനെ ആള് ചേഞ്ച് ചെയ്യും. അയ്യോ ഞാൻ സീരിയലൊന്നും കാണത്തില്ല. എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം. എന്നെ അറിയത്തില്ലല്ലോ, പിന്നെ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്, വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. കാരണം അതെന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷനെ നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ എല്ലാരും മനസ്സിലാക്കേണ്ട എല്ലാരും ഹ്യൂമൻസാ. അവർക്കുള്ള അതേ ഇമോഷൻസ് നമുക്കും ഉണ്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. മലയാളി പ്രേക്ഷകരുടെ, കുടുംബ പ്രേക്ഷകരുടെ വളരെ പ്രിയങ്കരമായ സീരിയൽ മഴ തോരും മുൻപേയിലെ എല്ലാ താരങ്ങളും തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം എവ്രിവൺ. നിങ്ങളെയൊക്കെ ഒരു സീരിയൽ ആർട്ടിസ്റ്റുകളുടെ സീരിയൽ പേരുകളിലായിരിക്കും എല്ലാവരും അറിയുന്നത്. ഞാൻ എന്ന പേര് എല്ലാവരെയും കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. ജാൻവി, വേദവ്യാസ്, വൈഷ്ണവി ചേച്ചി, രാഹുൽ, നികിത ആൻഡ് ഷഹനാസ്. ആദ്യമായിട്ടാണ് ഈ സീരിയലിലെ നായകനും നായികയും നമ്മളോടൊപ്പം ഒരുമിച്ചെത്തുന്നത്. സത്യല്ലേ? അതെ, ആക്ച്വലി ഔട്ട് ഓഫ് ദി ക്യാമറ നമ്മൾ ഈ സെറ്റ് അല്ലാതെ പുറത്ത് ഒരുമിച്ച് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഫ്രെയിമിൽ വരുന്നത്. അതെ, ഇപ്പോഴും നിങ്ങൾ സെറ്റിലാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ രണ്ടും അവിവാഹിതരാണ് എന്നുള്ളതാണ്. സത്യമല്ലേ? ഞാൻ ഈ ഇവർ വിവാഹിതരായാൽ എന്താകുമെന്നുള്ളതാണ് ഞങ്ങളുടെ കമന്റ് ബോക്സിലുള്ള ഏറ്റവും അധികം ചോദ്യം. അപ്പൊ ഇതിനുള്ള ഒരു ഉത്തരം നിങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ തുടങ്ങിയാലോ? നിങ്ങൾ എങ്ങനെ വിവാഹിതരാകുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. വളരെ യങ് ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇതിനകത്ത് തന്നെ ക്ലിയർ ആയില്ലേ കെട്ടാതിരിക്കുന്നേ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു കുട്ടി. അപ്പൊ എന്റെ രാഹുല് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നാട്ടുകാരുടെ ഇന്റർവ്യൂവിന്റെ തുടക്കം തന്നെ നമ്മളെല്ലാരും അടികൂടുന്ന അവസ്ഥയാണ്. ഈ 4-5 പിള്ളേരുടെ അമ്മയാവാനുള്ള പ്രായമൊക്കെ ചേച്ചിക്ക് ഉണ്ട്. ചേച്ചി എങ്ങനെ ചേച്ചി അങ്ങനെ അവർക്ക് തോന്നിയത് ചേച്ചിനെ കണ്ടിട്ട്? എന്തോ എന്നാലും നികിതയുടെ അമ്മയാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചേച്ചിക്ക് ഒരു വിഷമം വന്നായിരുന്നു. അത് ചെറുതായിട്ട് വന്നു. ബാക്കിയെല്ലാരും അമ്മ വിടട്ടെ, ഒരാൾ ചോദ്യം അവിടെ. ഓ മൈ ഗോഡ്, പോട്ടെ ചേച്ചി. അങ്ങനെ ഒരു വേദന എവിടെയെങ്കിലും ചേച്ചിക്ക് ഉള്ളിനുള്ളിൽ പുറത്ത് പ്രകടിപ്പിക്കാത്തത് ഉണ്ടായിരുന്നോ? ഇല്ല അങ്ങനെ
വേദവ്യാസൻ ഓ. സീരിയലിൽ നമ്മൾ മനസ്സിലാക്കുന്ന നല്ല തലതെറിച്ച ഒരു ആ പയ്യനായിട്ട് ഇപ്പൊ അങ്ങനൊന്നുമില്ല ഇപ്പൊ അല്ല അങ്ങനെ ആയിരുന്നല്ലോ. അതെ, അതെ. അപ്പൊ ഏത് സത്യത്തിലുള്ള വേദവ്യാസ് എങ്ങനെയാണ്? തല തെറിച്ചതാണോ അതോ അതിപ്പോ ഇവരൊക്കെയല്ലേ പറയണ്ട എന്നെ പറ്റിട്ട് പറ. അതുക്കും മേലെ. പക്ഷേ ഇല്ല, ഞാൻ വളരെ പാവം. എല്ലാവർക്കും ഒരു എതിരഭിപ്രായമുള്ള പോലെ. ഇല്ല, ഞാൻ തലതെറിച്ചൊരു കുട്ടിയല്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. ആണ്. ഇവര് പറയും അങ്ങനെയാണ് വേദവ്യാസ യഥാർത്ഥ ജീവിതത്തിൽ. അങ്ങനെ സീരിയലിലെ ക്യാരക്ടറായിട്ട് ബന്ധമൊന്നുമില്ല. ഉം. ഹിസ് കൂൾ. അങ്ങനെ തന്നെയാണ്. നിക്കിതേനെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞ് ആളായിട്ട് തൊട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയല്ലേ. ഈ സീരിയലിലെ ആ ഒരു ജേർണി നികിത ഓർത്തെടുത്താൽ എങ്ങനെ ഉണ്ടാവും? പലതും ഓർമ്മയില്ല. ജസ്റ്റിഫൈ ചെയ്യരുത്. പിന്നെ ഞാൻ അത് എല്ലാവരോടും പറയുന്നേ, സാധാരണ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ ഇപ്പോഴത്തെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കറന്റ് എന്ത് ചെയ്യുന്നു എന്ന് മാത്രമായിരിക്കും പറയാം. പക്ഷെ എന്നെ കാണുമ്പോൾ കുഞ്ഞിലെ തൊട്ടേ കാണുന്നത് കൊണ്ട് അന്ന് തൊട്ടേ ഉള്ളവർ അങ്ങനെ കാണുന്നവരാ കൂടുതലും വരുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആയിരിക്കും കൂടുതൽ എൻ്റെ അടുത്ത് വരിക. ആണ്. ഈ സീരിയൽ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ രാഹുലോട് ചോദിച്ച ചോദ്യം എന്തായിരിക്കും? എത്ര വയസ്സായി? എടോ ഒരു കോംപ്രമൈസിലെത്ത്. ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമല്ല, അവരുടെ അഭിപ്രായങ്ങളും അവരുടെ സന്തോഷമാണ് ഷെയർ ചെയ്തത്. അങ്ങനെ ചോദ്യങ്ങളായിട്ടല്ല. അല്ല മോന് അവിടെ ചില എന്തായിരിക്കും സംഭവിക്കുക, മോന് അവരെ കുട്ടിയെ കല്യാണം കഴിക്കുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ അമ്മമാരൊക്കെ? എല്ലാരും അന്വേഷണം പറയണം, അല്ലാണ്ട് കഥ ആരും എടുത്ത് ചോദിക്കാറില്ല. പകരം ഇതിനോടുള്ള അഭിപ്രായങ്ങൾ എല്ലാരും എനിക്ക് തോന്നുന്നു പറയാറുണ്ട്. നമ്മുടെ കഥ നമ്മളെക്കാൾ കൂടുതൽ എല്ലാവർക്കും അറിയായിരിക്കും. നോവൽ വായിച്ചവരാ കൂടുതലും. പലരും പറഞ്ഞിട്ട് ഞങ്ങളുടെ കൊമന്റ്സ് വായിക്കുമ്പോഴാണ് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോറി ഇതൊക്കെയാണെന്ന് ഞങ്ങൾ തന്നെ അറിയുന്നത്. അപ്പൊ ഞങ്ങളെക്കാളും കൂടുതൽ ഐഡിയ ഉള്ളവരാണ് കാണുന്ന ഓഡിയൻസ്. പക്ഷെ വേറെ കാര്യം ഞാൻ കേട്ടെന്താണെന്നറിയോ, നികിതനെ ഇപ്പോ വീട്ടിൽ കാണാൻ കിട്ടാറില്ല. ഇങ്ങനെ സെറ്റിൽ നിന്ന് സെറ്റുകളിലേക്കുള്ള ഓട്ടമാണ് നികിത എന്നാണ്. സത്യമാണോ? സത്യമാണ്. വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിനിമ സീരിയൽ സെറ്റിലേക്ക് വരേണ്ട അവസ്ഥയാണ്. ഇവിടെ ഇന്ന് അമ്മ എത്തിയിട്ടുണ്ട് കാണാൻ. ആക്ച്വലി ഞാൻ തമിഴും ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകുന്നത് കൊണ്ട് ട്രിവാൻഡ്രത്തോട്ട് പോകാനുള്ള ടൈമില്ല. അവരിവിടെ കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ? ഏതാണ്, തമിഴാണോ മലയാളമാണോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആളുകൾ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ തരുന്നതും ഒക്കെ എവിടെയുള്ള ആൾക്കാരാണ്? പിന്നെ ചോദിക്കാനുള്ള ചോദ്യമാണ്. അങ്ങനെയല്ല, രണ്ടും കംഫർട്ടബിൾ. പിന്നെ മലയാളം എന്ന് പറയുന്നത് കൂടുതൽ എനിക്ക് പരിചയമുള്ള ഒരു ഫീൽഡ് ആണ്. പക്ഷെ ഒരു 10 years ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ തിരിച്ചു വരുന്നത്. അപ്പോ കുറെ ഡിഫറൻസ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് തമിഴും ഒരു ഫാമിലി പോലെയാ. എനിക്ക് ഭയങ്കര ഒരു ഹോംലി ഫീൽ ആണ് ചെന്നൈ പോയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതും. രണ്ടും ഇഷ്ടമാണ്. ഇവരെ ആരെങ്കിലും തമിഴ് പഠിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നോ? രാവിലെ പഠിക്കാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. എനിക്ക് ഓൾറെഡി അറിയാം തമിഴ്. എന്താ പറയുന്നു പഠിക്കാൻ ശ്രമിച്ചായിരുന്നു? അതെന്താ അങ്ങനെ എന്തോ ഒരു മെമ്മറി നിങ്ങൾക്ക് ആർക്കോ ഇല്ല, പറയാം? നമ്മള് പഠിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു നികിതയെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയാമെന്ന് തോന്നുന്നു. നികിത എന്തിനു മറുപടി പറയാറുണ്ടോ? തമിഴ് മാത്രോ? കന്നഡ, തെലുഗു, ഹിന്ദി, ഇന്ത്യയിൽ അങ്ങോട്ട് ഇങ്ങോട്ട്. ഹിന്ദി അങ്ങനെ. കാരണം ആസ് ആൻ ആക്ടർ നമ്മള് എല്ലാ ലാംഗ്വേജും പഠിച്ചിരിക്കണല്ലോ. തമിഴൊക്കെ ചിന്ന വയസ്സില് തമിഴ് പടം എല്ലാം അപ്പഴേ പഴക്കമായി പോയി. നിങ്ങൾക്ക് ചേച്ചി എന്തെങ്കിലും ഒരഭിപ്രായമില്ല ഇതിനകത്ത്. ഇനി ഇതിക്ക് മേലൊന്നും പറയാനില്ല. ആണ്. നിങ്ങൾ രണ്ട് ഈ അറ്റത്തിരിക്കുന്ന രണ്ട് കുട്ടികൾ, നിങ്ങൾ രണ്ടും മറ്റേ ഇത് കുട്ടിയല്ല കേട്ടോ, ഇത് കല്യാണമൊക്കെ കഴിഞ്ഞ വലിയ കുട്ടിയാ. അതെ, പക്ഷെ ശർമ്മ കണ്ട പ്രായം തോന്നുന്നേ ഇല്ലല്ലോ. ബാല്യവിവാഹം എല്ലാം ഫേക്ക്. എന്താടാ 20 വയസ്സിലായിരുന്നു കല്യാണം. 20 വയസ്സ് സ്വന്തമായി കണ്ടെത്തിയ ആളായിരുന്നോ? അല്ല അതുകൊണ്ടാണ് ഫാമിലി ആയിട്ട് കല്യാണം സെറ്റിൽ ആയിട്ടുള്ള കുട്ടിയാണ്. എങ്ങനെയാണ് ഫാമിലി ലൈഫ് ഒക്കെ ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇവിടുത്തെ നായകന് നായികയെ വിവാഹം കഴിച്ചിട്ടില്ല, അപ്പൊ വിവാഹം കഴിച്ച ഒരാളെന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? കേക്കട്ടെ, അയ്യോ എന്തെങ്കിലും കൊടുക്കണം പ്ലീസ്. പറയൂ. അറ്റ്ലീസ്റ്റ് കല്യാണം കഴിക്കണ്ടെന്നെങ്കിലും പറയണം, എന്തെങ്കിലും പറ. കല്യാണം കഴിക്കണം. അത് എന്തുകൊണ്ടായിരിക്കും? അതെനിക്കറിഞ്ഞൂടാ. കുട്ടിയാ, ശരിക്കും കുട്ടിയാ. കല്യാണം കഴിഞ്ഞത് എത്ര കാലമായിടാ? 3 വർഷം ആവാൻ പോകുന്നു. ആണോ? 23 വയസ്സ്. അതെ, സാരമില്ല, ഇനി സമയമുണ്ട്, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാം കേട്ടോ. എന്തായിരിക്കും നികിത വീണ്ടും കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും മലയാള സീരിയലിലേക്ക് വരാമെന്നൊരു തീരുമാനം എടുത്തത്? അത് ഒബ്വിയസ്ലി ഇത് ജോയ്സി സാറിന്റെ സീരിയലാണ്. എന്റെ ആദ്യത്തെ സീരിയലും ജോയ്സി സാറിൻ്റെതാ. ഞാൻ മലയാളത്തിൽ ലാസ്റ്റ് ചെയ്തതും ജോയ്സി സാറിൻ്റെതായിരുന്നു. അപ്പൊ ജോയ്സി സാർ, ബിനു സാർ, ആ ഒരു കോമ്പിനേഷൻ
കാരണമാണ് ബേസിക്കലി ഞാനിത് വരാനുള്ള ഏറ്റവും വലിയ കാരണം. ബിക്കോസ് 2 പ്രോജക്റ്റ് ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാകാൻ പാടില്ലെന്ന് തോന്നിയത് കൊണ്ട് എടുത്തൊരു ഡിസിഷൻ ആണത്. രാഹുല് ആക്ച്വലി അല്ലേ നമ്മൾ സാധാരണ ആൺകുട്ടികൾ പറയുന്നത് എന്തായിരിക്കും, എനിക്ക് നികിതയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഷഹനാസിനെ കാണാൻ ഇഷ്ടമാണ്, ജാൻവിയെ കാണാൻ ഇഷ്ടമാണെന്നൊക്കെ അല്ലേ. ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് വിടും, എനിക്ക് രാഹുലിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ല സുന്ദരനാണെന്ന് പല ആൺകുട്ടികളും പറയുന്നത് കേട്ടു. നിങ്ങളെന്താ സൗന്ദര്യം നമുക്ക് നേരത്തെ അങ്ങനെ ഒരു സംശയം പോടാ സൗന്ദര്യം ആ ആസ്വദിക്കുന്നത്. അതിനാണ് പെണ്ണ് ഒന്നുമില്ല. ആണുങ്ങള് മാത്രം പറയാന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ ആൺകുട്ടികളുടെ മെസ്സേജുകൾ വരാറുണ്ടോ? ഇല്ലില്ല, ഇത് വന്നിട്ടില്ല. ഇല്ലല്ലേ. അങ്ങനെ വരാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നികിതയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ കാണാനില്ല, എന്ത് സംഭവിച്ചു? അത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാറുണ്ട്. നിങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? എന്റെ അടുത്ത ചോദിക്കുമ്പോ അല്ല പറയാനുള്ള ഞങ്ങൾക്ക് ഇല്ല, നമ്മള് റീൽ അയക്കാനായിട്ട് നോക്കും, തപ്പും, വരില്ല. അതാണ് അതല്ല, ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഇതേപോലെ ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഒരു ഷട്ട് ഡൗൺ വേണമെന്ന് തോന്നും. അപ്പൊ ഒരു ഷട്ട് ഡൗൺ എടുക്കും. പക്ഷെ ആ ഷട്ട് ഡൗൺ ഇനി തിരിച്ചു വരാൻ തോന്നത്തില്ല. ഓ മൈ ഗോഡ്, അങ്ങനെയുണ്ടോ? എനിക്ക് ഈ ഒരു വിത്തൗട്ട് സോഷ്യൽ മീഡിയ ലൈഫ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എടുക്കേണ്ടി വരുമ്പോ എടുക്കുന്നതാണ്. ഇവരൊക്കെ ചോദിക്കും ഇവരുടെ റീലുകൾ കിട്ടാൻ വേണ്ടിട്ട്. ഇവരുടെ ഓ അത് ശരി, ഫേക്ക് അക്കൗണ്ട് ഉണ്ടോ? മറ്റേ ചോദ്യത്തിലേക്ക് വേദവ്യാസന് ഇവരെ കുറിച്ച് അറിയാവുന്ന, ഇതിൽ ആരെ വേണേലും പറയാം, ഇവരെ കുറിച്ച് അറിയാവുന്ന ഒരു രഹസ്യം എന്താണ്? പറയും. പറഞ്ഞോ. എനിക്ക് സത്യസന്ധത ഇത്തിരി കൂടുതലാ, ഞാൻ എല്ലാം വെട്ടി തോന്നുന്നു. നമ്മുടെ ഇടയ്ക്ക് അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാരും കുരിശൊക്കെ വരയ്ക്കുന്നു രാവിലെ. നമ്മളെല്ലാരും വളരെ ഓപ്പൺ ആണ്. ഇപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു ദിവസം ഇപ്പം വൈഷ്ണവി ചേച്ചി ഇവിടെ വന്നില്ല, വിളിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെ എന്തൊക്കെ. അത് കൃത്യമായിട്ട് അതായത് ഇവിടെ ഞങ്ങൾ അത് എന്നോടൊന്നല്ല, ഇവിടെ ആരാണോ മിസ്സിങ് അവരെടുത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ലേ, ഇതുപോലെ ചിരിക്കാൻ പറ്റിയ ഒരു അവസരം നമ്മൾ ഒരാളെ പറ്റി ഇപ്പൊ ഇവളാണ് എല്ലാപ്പോഴും ഒരു ഇരയായിട്ട് വരുന്നത്. ഇവള് ചോദിച്ചു മേടിച്ചോളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്സായാൽ പോലും നമ്മൾ എല്ലാരെയും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ചേച്ചി എന്നായിരിക്കും ചേച്ചി സ്വന്തം മകളെ തിരിച്ചറിയാൻ പോകുന്നത്? ഓ, തിരിച്ചറിഞ്ഞ പെട്ടെന്ന് തീർന്നു പോകത്തില്ലേ? ഇച്ചിരിയും കൂടെ ഒക്കെ അറിയാതിരുന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ മോളെ സ്വീകരിച്ച് പിന്നെ മോളെ പഠിപ്പിച്ച് അങ്ങനെ 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 ആ ലെവലിലേക്ക് ഇപ്പൊ സ്റ്റോറി പ്രതീക്ഷയിലും സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ താമസമില്ലാതെ അറിയുമെന്ന് തോന്നുന്നു. ശരിക്കും 300 എപ്പിസോഡും കടന്ന് ഇങ്ങനെ 1 വർഷം 2 വർഷം അങ്ങനെയൊക്കെ പോകുമെന്ന് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങക്ക് വർക്ക് കിട്ടുന്നതല്ലേ, ഉറപ്പായിട്ടും പ്രതീക്ഷ. ചേച്ചിക്ക് നല്ല സാലറി ഉണ്ടോ തോന്നുന്നു. എന്തായിരുന്നു സീരിയലിലേക്ക് വരുമ്പോൾ രാഹുലിന്റെ പ്രതീക്ഷകൾ? ഇതിൽ ഈ പെർട്ടിക്കുലർ സീരിയലില്ല ഭയങ്കര നല്ല പ്രതീക്ഷയായിരുന്നു. കാരണം ജോയിസി സാറിന്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. നികിതയാണെന്നൊക്കെ ഹീറോയിൻ എന്നൊക്കെ അറിഞ്ഞിരുന്നോ? അല്ല, അറിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് മഞ്ഞുരും കാലത്തിൽ നികിതയെ കണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പൊ തൊട്ട് എനിക്ക് ആളെ അറിയാം. പിന്നെ എന്റെ പേരൻസിനൊക്കെ നികിതയെ അറിയാമായിരുന്നു. അപ്പൊ അത്ര പ്രായം ഉണ്ടല്ലേ. അപ്പൊ അവർക്കും അറിയായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ നല്ല ആർട്ടിസ്റ്റ് എല്ലാരും ആരാന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഈ പ്രോജക്റ്റിലേക്ക് വരാൻ. വൈഷ്ണവി ചേച്ചിയുടെ ഒരു ഡെഡിക്കേഷൻ മനസ്സിലാക്കണം. അതായത് ഇന്ന് ഞങ്ങളുടെ 300ാമത്തെ എപ്പിസോഡ് പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് രാത്രി 7 മണിക്ക് അതുവരെ ചേച്ചി അപ്ഡേറ്റ് ചെയ്തു. ആദ്യമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. അപ്പൊ അതിന് താഴെയുള്ള പോസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല. ഡേറ്റ് നോക്കിയാൽ മതി എത്ര നാള് ഗ്യാപ്പിന് ഇടുന്നത്. അത് ഇവരൊക്കെ പറഞ്ഞതിന്റെ പുറത്താണ്. ഞാനും അധികം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളല്ല, വളരെ കുറവാ. ഓ, ചുരുക്കൂട്ടത്തിലാരും നന്നായി ചളി പറയുന്നേ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, നമുക്ക് അൺസഹിക്കബിൾ ആണ്.
അങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും പറഞ്ഞ് ചീറ്റി പോയ ഒരു ചളി മനസ്സിലേക്ക് നിങ്ങളുടെ എല്ലാം ചീറ്റി പോവാറുണ്ടല്ലോ. അത് വേറൊരു കാര്യം സക്സസ് ആയത് ചീറ്റി പോയതാണെങ്കിൽ അവൻ അത് സെൽഫായിട്ട് അത് അഡ്മിറ്റ് ചെയ്യുന്നുള്ളതാണ് അതിനകത്തുള്ളൊരാ എന്നിട്ട് സ്വയം സന്തോഷിക്കൂ. ഒരു പ്രത്യേകതരം സൈക്കോ. കോമഡി ജോക്സ് അത് വിഷ്വലൈസ് ചെയ്താലാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അത് എത്രത്തോളം അവൻ തന്നെ അത് വിഷ്വലൈസ് ചെയ്യാൻ പോലും കൊള്ളൂല. എനിക്ക് ഒരു ഉദാഹരണം പറയാമോ? ഇതൊക്കെ സിറ്റുവേഷൻ ആണ്. നമ്മളങ്ങനെ പെട്ടെന്ന് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി പറയല്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമായിരിക്കും രാഹുൽ പറഞ്ഞ ഒരു കാര്യം ഓർത്തെടുത്ത് പറയാനായിട്ട്. ഇല്ല, ഞങ്ങൾ അതൊന്നും ഓർത്ത് വെക്കാറില്ല. എല്ലാ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഷാനാസിന് ഓർമ്മയില്ലേ ഒരു കാര്യം? ഇവിടെ നടന്നിട്ടുള്ള ഒരേ ഒരു കാര്യം അതാണ് പറഞ്ഞത്. നമ്മൾ ആ ഡെയിലി ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് ആണ്. അത് നമ്മളങ്ങനെ ഓർത്ത് വെക്കാൻ എന്ന് വെച്ചാൽ പണ്ട് രാജുവിന്റെ അതെ അവിടെ പോയി അങ്ങനത്തെ സാധനമല്ല. അതുപോലത്തെ ഒരു ടോപ്പിക്ക് പറഞ്ഞ ഒരു കഥ അങ്ങനെയല്ല. നമ്മളിപ്പോ ഡെയിലി സംസാരിക്കുന്നതിന്റെ ഇടയിൽ അതിനോട് റിലേറ്റ് ചെയ്യുന്ന കാര്യം അത് നമ്മൾ ഒരിക്കലും ഓർത്തിരിക്കില്ല. പക്ഷെ ഇവരെല്ലാം അറിയാതെ തന്നെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊരു ഫാക്ട് ആണ് കേട്ടോ. നമ്മള് ഇത് ചീറ്റി പോകുന്നതാണെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ ചിരിക്കുന്നുണ്ട്. അത് മതി. വിഷമിപ്പിക്കുന്നില്ല. കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അല്ലേ? നിങ്ങളിപ്പോ വിവാഹ പ്രായം എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് എത്ര വയസ്സാണ്? അവളിപ്പോ ഓൾറെഡി കഴിഞ്ഞു. നമുക്ക് വിവാഹ പ്രായം എന്ന് പറയുന്ന ഒരു പ്രായം ഇല്ല ആക്ച്വലി. കറക്റ്റ് അല്ലേ? ഇങ്ങനത്തെ സാധനമാണ് അവൻ അടിക്കാറുള്ളത്. ഹലോ അല്ല ശരിക്കും ഈ വിവാഹ പ്രായം എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുന്ന സൊസൈറ്റിയാണ്. കാരണം നമ്മൾക്ക് അങ്ങനെ ഒരു അനുയോജ്യമായിട്ട് ഒരാളെ കണ്ടെത്തുന്ന നമുക്ക് ആ ഒരു ടൈമാണ് അത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് സൊസൈറ്റി ഈ 30 വയസ്സ് 32 വയസ്സ് അതൊക്കെ കഴിഞ്ഞു. ഹലോ നികിതയുടെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കും? എനിക്ക് അങ്ങനെ കാഴ്ചപ്പാടോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്താൽ അതുപോലെ ഒരാളെ കിട്ടും. എന്നാൽ ചില 1-2 കാര്യങ്ങളൊക്കെ എങ്കിലും നമ്മൾ ആലോചിക്കില്ലേ? മിനിമം ലൈക് ബെയർ മിനിമം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്, നമ്മള് എന്താ ട്രൂ ആവണം, ഓണസ്റ്റ് ആയിരിക്കണം, അങ്ങനത്തെ ബെയർ മിനിമം ഓക്കെ. അത് കഴിഞ്ഞ് കൂടുതൽ നമ്മൾ സെറ്റ് ചെയ്താലാണ് പ്രശ്നം. അപ്പൊ അത് മീറ്റ് ചെയ്യുന്ന ഒരാളെ കിട്ടത്തില്ല, പിന്നെ അതൊരു പ്രോബ്ലം ആവും. അപ്പൊ എക്സ്പെക്ടേഷൻ ഇല്ലാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് യാതൊരു എക്സ്പെക്ടേഷൻസും സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരാളെ കണ്ടെത്തും. ഇപ്പം അങ്ങനെ ഒരു നല്ല ആള് ഈ ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഓക്കെ ആണ്. അങ്ങനെ ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാള് ഇപ്പൊ ഞാൻ ഇപ്പോ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. സപ്പോസ് അങ്ങനെ ചിന്തിക്കുമ്പോ അങ്ങനെ ഒരാള് അതേത് ഇൻഡസ്ട്രി ആണെങ്കിലും ഐ വിൽ ബി ഓക്കെ. ജാൻവിയിലേക്ക് വരട്ടെ. കൊച്ചിന്റെ അമ്മ കേക്കണ്ട. കൊച്ചിന്റെ അമ്മ എന്നാളെല്ലാം കഴിച്ചു. കൊച്ചാന്ന് പറയുന്നത്. ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായടാ. എനിക്കെല്ലാം മനസ്സിലായ. കൊച്ചിന്റെ അമ്മ കല്യാണം കഴിഞ്ഞിട്ട് 10-20 വയസ്സായി, 6 വർഷമായി ഇല്ലേ? 14 ഇട കൂട്ടാ ഞാൻ അമ്മയുടെ കാര്യമായിട്ടാ പറഞ്ഞേ. കല്യാണം കഴിച്ചിട്ട് 18 സംതിങ് അത്ര ആവുന്നേ. അത്ര ആയിട്ടുള്ളൂ അല്ലേ? ജാൻവി എങ്ങനെയായിരുന്നു സീരിയലിലേക്ക് എത്തിയത്? എന്റെ ഡാൻസ് ടീച്ചറൊക്കെ കാസ്റ്റ് ചെയ്ത രാകേഷ് ടീച്ചറെ കാസ്റ്റ് ചെയ്ത ഭാസ്കർ എന്ന് പറഞ്ഞ ചേട്ടനെ വിളിച്ച സീരിയലിൽ. ആണ്. സീരിയലുകളുണ്ട്, സിനിമയിലുണ്ട്, ഏതായിരുന്നു കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നിയിട്ടുള്ളത്? സീരിയലിലാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും അടുക്കുക. സിനിമയിൽ ഇപ്പോ അങ്ങനെ ഒരു വർഷമൊന്നും ഉണ്ടാവില്ലല്ലോ, മനസ്സൊക്കെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ സീരിയലാണ് എനിക്ക് ആർട്ടിസ്റ്റ് ഒക്കെ കംഫർട്ടബിൾ സീരിയൽ. വേദവ്യാസിന്റെ ഒരു ഭയങ്കര അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമയിലോ സീരിയലിലോ വരിക, അല്ലെങ്കിൽ മിനി സ്ക്രീനിൽ വരിക, ബിഗ് സ്ക്രീനിൽ വരിക എന്നുള്ളതായിരുന്നു. സിനിമയിൽ വരിക എന്നുള്ളതായിരുന്നു അൾട്ടിമേറ്റ് ആയിട്ടുള്ള. സീരിയലിനെ പറ്റി ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഞാൻ എപ്പോഴും ഞാൻ എന്നെ തന്നെ കണ്ടോണ്ടിരുന്ന ഒരു സിനിമാ നടനായിട്ട്, അപ്പൊ സിനിമയിൽ എത്തുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് എവിടുന്നോ വന്ന് കിട്ടിയൊരു ഭാഗ്യമാണ് സീരിയലിൽ എത്തിപ്പെടുക എന്നുള്ളത്. അപ്പൊ അത് ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് റോങ് ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം രണ്ടും നല്ലതാണ്. പിന്നെ നമ്മളെ തന്നെ എങ്ങനെയാണോ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അത് നല്ലതാണെങ്കിൽ എല്ലാം നല്ലതാവും. അതെ സത്യമാണ്. ചേച്ചിക്ക് കമ്പാരിറ്റീവ്ലി ഈസി അല്ലായിരുന്നു സിനിമയിലേക്ക് പോവുക എന്ന് പറയുന്നത്? കാരണം കുറെ ആളുകൾ നമ്മുടെ സിനിമയിലേക്ക് എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യാനുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ചുറ്റുപാടും. അങ്ങനെ എപ്പോഴെങ്കിലും സിനിമയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ ഒരു ഫീൽഡിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ അപ്രതീക്ഷിതമായി വന്ന് ജോയിൻ ആയതാണ് ഈ ഒരു ഫീൽഡിലേക്ക്. അതെങ്ങനെയായിരുന്നു ആ അപ്രതീക്ഷിതം? അത് കോവിഡ് ആണ് എന്നെ സഹായിച്ചത്.
ഞാൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടുന്ന് കോവിഡ് ടൈമിന് നാട്ടിലേക്ക് വന്നതാ. പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ആ സമയത്ത് എനിക്കൊരു ഓഫർ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ജോയിൻ ആ ചെയ്തത്. സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് അഭിനയിക്കാൻ ഒട്ടുമില്ല. ആണോ? എന്നിട്ട് എങ്ങനെയായിരുന്നു അത്? എങ്ങനെയോ അത് സംഭവിച്ചു. ഇല്ല, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പോസിറ്റീവ് ക്യാരക്ടറാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത്. പിന്നെ ഈ നെഗറ്റീവ് ക്യാരക്ടർ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ചെയ്ത് നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ടല്ലോ. അപ്പോൾ പോസിറ്റീവ് ചെയ്ത് അവർ ഓക്കെ ആയിരുന്നു. നെഗറ്റീവും കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ കയറിയത്. അല്ലാതെ അച്ഛന്റെ പേരിൽ സ്ട്രൈറ്റ് കയറി വന്നതല്ല. അല്ലേ? ഇനി എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷകൾ? അതായത് നമ്മുടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. നികിതയ്ക്ക് എപ്പോഴെങ്കിലും സിനിമയിലേക്ക് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അതെന്തുകൊണ്ടാണ്? കാരണം ഞാൻ പലരും ഇപ്പൊ സീരിയൽ അഭിനയിക്കുന്നത് ഒരു മേ ബി ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടോ ഒക്കെ ആയിരിക്കും കാണാൻ. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് മൂവി എന്നായിരിക്കും കാണാൻ. ഞാൻ ഇന്നേ വരെ ലൈഫിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് സീരിയലിലൂടെ അഭിനയിച്ച് നെക്സ്റ്റ് മൂവിയിൽ എത്തണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ സീരിയലിൽ എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. ആക്ടിങ് ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബി ആൻ ആക്ടർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാളല്ല ഞാൻ. പക്ഷെ എന്നെ എങ്ങനെയോ ഞാൻ എവിടെയൊക്കെ പോയി എന്തൊക്കെ പഠിച്ചു വേറെ ഏതൊക്കെ പ്ലാനിൽ പോയാലും ഫൈനലി കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോ അതേ പറഞ്ഞ ഞാൻ 3.5 yearsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പലരെ പോലെയും ഓക്കെ നെക്സ്റ്റ് ഒന്ന് ആക്ട് ചെയ്ത് നോക്കിയാലോ, ഞാനൊരു ആക്ടർ ആയാലും എന്തായിരിക്കും എന്ന് ചിന്തിച്ച് ഈ ഒരു ഡിസിഷൻ എടുത്ത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളല്ല. ഞാൻ പോലും അറിയാണ്ട് ഇതിലേക്ക് എത്തിപ്പെട്ട ഒരാളാ. പിന്നീട് ഇറ്റ് ബിക്കെയിം പാർട്ട് ഓഫ് മൈ ലൈഫ്, അങ്ങനെ വേണം പറയാൻ. അല്ലാണ്ട് ഞാൻ ചൂസ് ചെയ്തതല്ല, ഞാൻ ഇതിലേക്ക് വന്നതാണ്. പിന്നെ എനിക്കിത് എൻ്റെ ഒരു പാർട്ടായി മാറി. അപ്പോ എനിക്ക് സീരിയലിൽ എനിക്കിപ്പോ കിട്ടുന്ന ആ ഒരു വാല്യൂ ഇതൊക്കെ ഞാൻ പുതുതായിട്ടൊരു സിനിമയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ തെറ്റായിട്ട് എടുക്കരുത്, ബട്ട് ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ ഒരു ചെറിയ കാട്ടില് ഒരു സിംഹമാവുന്നതാണ് എനിക്കിഷ്ടം. ഒരു വലിയ കാട്ടിൽ ഒരു എലി ആവുന്നതിനേക്കാളും ഇവിടെ എനിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ്, ഒരു വാല്യൂ, അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. അത് അടിപൊളി ഉത്തരമാണ്. നമുക്ക് കൈയടിച്ച് പാസ്സാക്കാം അല്ലേ? ഇതിൽ എന്തൊക്കെ ട്രോള് വരും. രാഹുലിന്റെ കൈയടി പോരായിരുന്നു. രാഹുൽ സിനിമ എന്നുള്ള ഒരു മോഹത്തിന്റെ പുറത്ത് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആണ്. അതിനുവേണ്ടി എന്തെങ്കിലും എഫേർട്ടുകൾ നടത്തിയിട്ടുണ്ടോ സിനിമയിലേക്ക്? തീർച്ചയായിട്ടും ഞാൻ എവറി സിംഗിൾ ഡേ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഓഡീഷൻസ് ആണെങ്കിൽ അതിന് അയക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഷഹനാസിന്റെ ആഗ്രഹം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു സീരിയലിലേക്ക് എത്തപ്പെട്ടത്? ഞാൻ ഡാൻസർ ആയിരുന്നു. അപ്പൊ കലോത്സവം ബേസിലാണ് ഞാൻ ഈ കൈ എവിടെന്നാ വന്നേ? കലോത്സവം ധൈര്യത്തിന് വേണ്ടിട്ടാണോ? അല്ല, കലോത്സവം വഴിയാണ് വരുന്നത്. അപ്പം അതിലൂടെ ഡാൻസിലൂടെ അഭിനയത്തിലോട്ട് വന്നതാണ്. ഡാൻസ് ആയിരുന്നു എനിക്കിഷ്ടം. ഡാൻസ് ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. നല്ലൊരു പെർഫോമർ ആവണമെന്നായിരുന്നു. അതിലൂടെ അഭിനയത്തിൽ വന്നു. അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബിഗ് സ്ക്രീനിൽ വരണം എന്നുള്ളതാണ്. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ട്ണറുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് സീരിയലിൽ? ഇങ്ങനെ ഒരുപാട് ദിവസം നമ്മൾ മാറി നിൽക്കേണ്ടി വരും, കുറെ നമ്മൾ എൻഗേജ്ഡ് ആണ്. അവൾ സത്യം പറഞ്ഞു, ഇനി നീ ഉള്ളത് പറഞ്ഞു, ഇനി നിനക്ക് പറയാനുള്ളത് പറഞ്ഞു. നല്ല വൈബിംഗ് ആയിട്ടുള്ള പാർട്ട്ണറാണ്. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം നല്ല ആളാണ്. നിങ്ങളൊക്കെ ഈ ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാൻ എന്താണ് ചെയ്യാറുള്ളത്? ഇതൊക്കെ തന്നെ ഉപദ്രവിക്കല്ല, അത് അവള് മാത്രം ആണ്. അല്ല, ഇവിടെ കിട്ടുന്ന ഫ്രീ ടൈം നികിത എന്താണ്? പുസ്തകം വായിക്കാറുണ്ടോ? എനിക്ക് ആകെ കിട്ടുന്ന ലഞ്ച് ബ്രേക്കാ. ലഞ്ച് ബ്രേക്കിന് ഞാൻ മാക്സിമം ഉറങ്ങാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ ഹോട്ട്സ്റ്റാറിലോ എന്തെങ്കിലും കാണും. എപ്പോഴെങ്കിലും സ്വന്തം പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടിട്ട് ഇങ്ങനെ അയ്യോ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് അത് എനിക്ക് ഭയങ്കര ലക്കി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ എന്റെ പണ്ടത്തെ കുഞ്ഞിലത്തെ വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോ അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാ. ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് പോലും ഒരു ഓർമ്മ കാണത്തില്ല. അപ്പൊ അത് ഭയങ്കര നൊസ്റ്റാൾജിയ ആണ്. ഈ സീരിയല് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഭയങ്കര വഴിത്തിരിവായെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ? എന്താണ് യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ തോന്നാനുണ്ടായോ? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയുന്നു തീർച്ചയായിട്ടും. കാരണം എന്നോട് വന്ന് സംസാരിക്കുന്ന, പുറത്തു വന്ന് സംസാരിക്കുന്നതിൽ പല ആൾക്കാരും പറയുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ സീരിയൽ കണ്ടിട്ടില്ല, ഇതാണ് ആദ്യമായിട്ട് കാണുന്നതെന്നാണ് മെജോറിറ്റി ആൾക്കാർ പറയുന്നത്. അപ്പൊ അവരെ അത് കാണാൻ പ്രേരിപ്പിച്ചെങ്കിൽ ഇതിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ. അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു.
നിങ്ങളോട് എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സീരിയലൊക്കെ കാണുന്നത് ഭയങ്കര ലോ ക്ലാസ് ആൾക്കാരെ, ഞങ്ങൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ള ഒരു കമന്റ്? എത്രയോ തവണ ഇഷ്ടം കേട്ടിട്ടുണ്ട്, പോലെ. ഇഷ്ടം പോലെ. കേട്ടിട്ടുണ്ട്. എന്നോട് അത് ഭയങ്കര ബാഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആണോ? അതിപ്പോ അവരോട് എന്തെങ്കിലും ഒരു മറുപടി എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അത് ഞാൻ കൊടുത്താൽ ചിലപ്പോ എന്റെ നോട്ടത്തിന്റെ പ്രശ്നം കാരണം അത് വളരെ നെഗറ്റീവായി മാറും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാറില്ല. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. പറയേണ്ട കാര്യമില്ല. ആക്ച്വലി അതെ. ഞാൻ ഇതുപോലെ എന്റെ അടുത്ത് സെൽഫി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആ. അപ്പോ ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് എന്റെ കൂടെ സെൽഫി ഒക്കെ എടുത്തു. എന്നിട്ട് അതുവരെയും ആ കൂടെ നിൽക്കുന്ന ആ ലേഡി ആ മറ്റേ ആ സീരിയൽ ഇതല്ലേ, ആ പ്രൊമോയിൽ ഇത് കണ്ടു, ആ പോർഷൻ ഇത് കണ്ടു എന്ന് അത്രയും വ്യക്തമായിട്ട് പറഞ്ഞു. കൂടെ നിൽക്കുന്ന ആള് വന്നിട്ട് ഓ നീ സീരിയലൊക്കെ കാണോ എന്ന് പറഞ്ഞ ഉടനെ ആള് ചേഞ്ച് ചെയ്യും. അയ്യോ ഞാൻ സീരിയലൊന്നും കാണത്തില്ല. എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം. എന്നെ അറിയത്തില്ലല്ലോ, പിന്നെ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്, വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. കാരണം അതെന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷനെ നമ്മളെ ഇത് ഡീഗ്രേഡ് ചെയ്യുന്ന പോലെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു പോയിന്റിൽ നമ്മൾ നിന്ന് കൊടുക്കുന്ന നമ്മളും എല്ലാവരും ഹ്യൂമൻസ് ആണ്. Correct. പലപ്പോഴും ചില സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ഇവർ ഇങ്ങനെ റിയാക്ട് ചെയ്തു അങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് നെഗറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട എല്ലാവരും ഹ്യൂമൻസാ. അതെ. അവർക്കുള്ള അതേ ഇമോഷൻസ് നമുക്കും ഉണ്ട്. സത്യം. അപ്പൊ നമുക്കും ഇതേപോലെ നമ്മളെ ഡിഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നതും അങ്ങനെ ആയിരിക്കാം. നമ്മൾ ഇത്രയും സ്ട്രെയിൻ ആയിട്ടുള്ള ഒരു ഡേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതായാലും മഴതോരു മുൻപേ വിശേഷങ്ങളാണ് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടുത്തെ സെറ്റില് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര ജോളി വൈബായിട്ടുള്ള ഭയങ്കര ക്രൂരമായിട്ട് അഭിനയിക്കുന്ന അമ്മ പോലും സത്യത്തിൽ എത്ര നിഷ്കളങ്കയും സത്യസന്ധയുമാണെന്ന് നോക്കൂ അല്ലേ? ഈ നോട്ടാണ് ചേച്ചിന് വഴിതെറ്റിക്കുന്ന ചേച്ചി. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ആശംസകൾ. ഇങ്ങനെ 300 എപ്പിസോഡ് 306ാമത്തെ എപ്പിസോഡും കഴിഞ്ഞു. ഇനി 500, 600ലേക്ക് 1000ലേക്ക് എത്തട്ടെ. ഒരു 1000ാമത്തെ എപ്പിസോഡിൽ വീണ്ടും വന്ന് ഇന്റർവ്യൂ എടുക്കാൻ എനിക്ക് സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you. Thank you. ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ